രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് നിന്ന് കടന്നു കഴിഞ്ഞു. പോലീസ് കേരളം മുഴുവൻ അരിച്ചു പെറുക്കിയിട്ടും രാഹുലിന്റെ പൊടി പോലും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. പത്തനംതിട്ടയിലെ വീട്ടിൽ പാഞ്ഞെത്തിയ പോലീസ് സംഘം വീടും പരിസരവും അരിച്ചു പെറുക്കിയെങ്കിലും ഒന്നും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. പിന്നാലെ പാലക്കാട്ടെ രാഹുലിന്റെ വീടും വസതിയും പോലീസ് വളഞ്ഞെങ്കിലും പൊടി പോലും കിട്ടിയിട്ടില്ല. ബുധനാഴ്ചയാണ് കോടതി രാഹുലിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത്. അതുവരെ മറഞ്ഞു നിൽക്കണമെന്ന ചിന്തയിലാണ് രാഹുൽ നിൽക്കുന്നത്. ഇതിനു മുൻപ് രാഹുലിനെ കണ്ടെത്താൻ സാധിച്ചാൽ അറസ്റ്റ് ചെയ്ത് അകത്താക്കാൻ സാധിക്കുമെന്ന് പോലീസ് വിശ്വസിക്കുന്നുണ്ട്. ADGPയെ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ തലവനായി നിയമിച്ചുകൊണ്ടുള്ള അന്വേഷണമാണ് നടക്കുന്നത്. ADGPയും സംഘവും പാലക്കാടും പത്തനംതിട്ടയും തലസ്ഥാനവും കയറി നിരങ്ങിയെങ്കിലും ഫലമുണ്ടായില്ല. സ്വന്തം വാഹനം പാലക്കാട്ടെ വീട്ടിൽ പാർക്ക് ചെയ്താണ് രാഹുൽ കടന്നത്. സഞ്ചരിക്കാനായി രാഹുൽ ഉപയോഗിച്ചത് ചുവന്ന നിറത്തിലുള്ള പോളോ കാറാണ്. ഇത് രാഹുലിന്റെ സുഹൃത്തായ സിനിമാ താരത്തിൻ്റെതാണെന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ഇത് ഒരു നടിയാണെന്നാണ് ലഭിക്കുന്ന വിവരം. ഈ നടിയുമായി വളരെ അടുത്ത സൗഹൃദം രാഹുലിനുണ്ട്. പാലക്കാട് നിയോജക മണ്ഡലത്തിൽ രാഹുൽ നടപ്പിലാക്കിയ ചില പദ്ധതികൾ ഈ നടിയാണ് നേരിട്ട് വന്ന് ഉദ്ഘാടനം ചെയ്തത്. രാഹുലിന്റെ ഡ്രൈവറെയും പേഴ്സണൽ സ്റ്റാഫിനെയും ചോദ്യം ചെയ്തതിൽ നിന്നാണ് ഈ വിവരം പോലീസിന് ലഭിച്ചത്. പരാതിക്കാരി മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ട് പരാതി നൽകിയെന്ന വിവരം പുറത്തു വന്നതിന് പിന്നാലെയാണ് പാലക്കാട് കണ്ണാടിയിൽ നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ അപ്രത്യക്ഷനായത്. അതുവരെ കണ്ണാടിയിലെ തിരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടിയിൽ രാഹുൽ പങ്കെടുത്തിരുന്നു. എന്നാൽ പരാതിക്കാരി മുഖ്യമന്ത്രിയെ കണ്ടെന്ന വിവരം പുറത്തു വന്നതോടെ ഒരു ചുവന്ന പോളോ കാറിലാണ് രാഹുൽ കണ്ണാടിയിൽ നിന്ന് മടങ്ങിയത്. ഇതിനുശേഷം രാഹുൽ എവിടെയാണെന്നതിൽ യാതൊരു വ്യക്തതയുമില്ല. കണ്ണാടിയിൽ നിന്ന് രാഹുൽ കടന്നുകളഞ്ഞ ചുവന്ന പോളോ കാർ ഒരു സിനിമാ താരത്തിൻ്റെതാണെന്ന വാർത്താ ചാനലുകൾ ബ്രേക്കിംഗ് വാർത്തകളായി നൽകിയിട്ടുണ്ട്. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് രാഹുൽ ചുവന്ന കാറിൽ മടങ്ങിയതായി പോലീസ് കണ്ടെത്തിയത്. ഇതോടെ കാറിൻ്റെ നമ്പർ അടക്കം ശേഖരിച്ച് അന്വേഷണം നടത്തിയിരുന്നു. ഈ അന്വേഷണത്തിലാണ് കാറിൻ്റെ ഉടമ ഒരു സിനിമാ താരമാണെന്ന വിവരം കിട്ടിയത്. അതേസമയം കണ്ണാടിയിൽ നിന്ന് ചുവന്ന കാറിൽ മടങ്ങിയ രാഹുൽ യാത്രയ്ക്കിടെ വാഹനം മാറ്റിയോ എന്നതിനടക്കം വ്യക്തതയില്ല. കേസിൽ പ്രതിയായ സുഹൃത്ത് ജോബിയും രാഹുലിനൊപ്പമുണ്ടെന്നാണ് വിവരം. നേരത്തെ രാഹുൽ കോയമ്പത്തൂരിലേക്ക് കടന്നതായി സൂചനയുണ്ടായിരുന്നു. ഇതേ തുടർന്ന് സംസ്ഥാനത്ത് നിന്ന് പുറത്തേക്ക് പോലീസ് അന്വേഷണം വ്യാപിപ്പിച്ചു. ഇതിനിടെ രാഹുലിന്റെ സുഹൃത്തുക്കളെയും കേന്ദ്രീകരിച്ചും പരിശോധന നടക്കുന്നുണ്ട്. സുഹൃത്തുക്കളുടെ വീടുകളിലടക്കം പോലീസ് കഴിഞ്ഞ ദിവസം പരിശോധന നടത്തിയിരുന്നു. ഇവരുടെ ഫോൺ വിളി വിവരങ്ങളും നിരീക്ഷണത്തിലാണ്. കഴിഞ്ഞ ദിവസം രാഹുലിന്റെ പാലക്കാട്ടെ ഫ്ളാറ്റിലും പോലീസ് സംഘം പരിശോധന നടത്തിയിരുന്നു. കുന്നത്തൂർമേട്ടിലുള്ള ഫ്ളാറ്റിലായിരുന്നു പരിശോധന. ഫ്ളാറ്റിലെ CCTVകൾ പരിശോധിച്ച സംഘം PA ഫസലിൽ നിന്നും ഫ്ളാറ്റിലെ സുരക്ഷാ ജീവനക്കാരിൽ നിന്ന് വിവരങ്ങൾ തേടി. ഉച്ചയ്ക്ക് 12 മണിയോടെ തുടങ്ങിയ പരിശോധന 4 മണിവരെ നീണ്ടു നിന്നിരുന്നു. ഞായറാഴ്ച രാവിലെ അന്വേഷണ സംഘം ഫ്ളാറ്റിലെത്തി പ്രാഥമിക പരിശോധന നടത്തിയിരുന്നു. തുടർന്ന് ക്രൈംബ്രാഞ്ച് ഓഫീസിലെത്തി ഉന്നത ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തുകയും ചെയ്തു. പാലക്കാട്ടെ പോലീസിന്റെ സഹായവും സംഘം ആവശ്യപ്പെട്ടിരുന്നു. തുടർന്ന് ഉച്ചയ്ക്ക് 12ഓടെ വീണ്ടും ഫ്ളാറ്റിലെത്തി തുടർ പരിശോധന നടത്തുകയായിരുന്നു. പരിശോധനയിൽ CCTV ദൃശ്യങ്ങളല്ലാതെ കാര്യമായ മറ്റു തെളിവുകളൊന്നും ലഭിച്ചില്ലെന്ന് സൂചനകളും പുറത്തുവരുന്നുണ്ട്.